എംപിമാർ നിരന്തരമായിട്ട് ആരോപിക്കുന്ന ഒരു കാര്യമാണ് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ നടക്കുന്നു. എംപിമാർ പറയുന്നത് അംഗീകരിക്കുന്നില്ല, ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ പ്രശ്നം. ഇപ്പോൾ BJP ദില്ലിയിൽ ഈ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് താങ്കളുടെ വസതിൻ്റെ തൊട്ട് താഴെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വസതിയിലെ സൗത്ത് അവന്യൂ ഇത് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഞാനുമായിട്ട് അതെ, സൗത്ത് അവന്യൂ എന്ന് പറഞ്ഞാൽ എംപിമാർക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സ്ഥലമാണല്ലേ. അതെ, അതുകൊണ്ട് ഇനിയിപ്പോൾ അതുപോലെ BJPക്കാരവിടെ താമസിച്ചു, എംപിമാരെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. പക്ഷേ എനിക്ക് അതെന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ വസ്തുത അറിഞ്ഞിട്ട് ഞാൻ പറയാവുന്നതാണ്. പക്ഷേ അത് മുമ്പ് ആരോ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്ന BJPക്കാരും ഉണ്ട് പണ്ട് കേരളത്തിൽ, നമ്മുടെ മാന്യനായിട്ടുള്ള ശ്രീധരൻ. പക്ഷേ എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യം വെച്ചാൽ കഴിഞ്ഞ MPs കോൺഫറൻസിൽ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് VD സതീശൻ വളരെ വാചാലമായി പറഞ്ഞൊരു കാര്യമുണ്ട്. MPമാർ അംബാസഡർമാരാകണം, അവർ കമ്മിറ്റികളായി തിരിഞ്ഞിട്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്യൂറോടെ വാദിക്കണമെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഇവരപ്പോൾ എന്തായിരുന്നു UDFൻ്റെ MPമാർ? പൊടുന്നതിനെ മൂപ്പർക്കൊരു ബോധോദയം ഉണ്ടായി, ഈ MPമാർ അംബാസഡർമാരായിരിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളോടും മുഖം തിരിച്ച് വെച്ച് കേരളത്തിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ 10 വർഷം പാർലമെൻറ്റിനുള്ളിലും മന്ത്രിമന്ദിരങ്ങളിലും കയറി ഇറങ്ങി നടന്ന അവരിപ്പോൾ അംബാസഡർ ആയിരിക്കണം എന്ന് VD സതീശന് തോന്നിയത് നല്ലതാണ്. വൈകി വന്നൊരു സദ്ബുദ്ധിയാണ്. ഇത് മുൻപോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. വിഴിഞ്ഞത്തിന് നിങ്ങൾ ഈ പറയുന്ന പോലെ ചില ഇഴകീറി ഏതെങ്കിലും ഒരു സാധനം എടുക്കലല്ലേ. വിഴിഞ്ഞത്ത് വളരെ കൃത്യമായ സ്പഷ്ടമായിട്ടുള്ള നിലപാടല്ലേ ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ UDF അല്ലേ ഒരു നിലപാട് ഇതുവരെ സ്വീകരിക്കാത്തത്. എല്ലാം കൃത്യമായിട്ട് AICCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു വാചകമുണ്ട്, എന്ത് അർത്ഥഗർഭമായിട്ടുള്ള വാക്കാണ്. അതായത് കേരളത്തിൽ അദാനിയും BJPയുമാണോ ഭരിക്കുന്നത് എന്തൊരു ചോദ്യചിഹ്നമിട്ട് അദ്ദേഹം കേരളത്തിൽ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ചോദിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു ചോദ്യം ഇങ്ങനെ നമ്മുടെ കാതിൽ അരമ്പിക്കൊണ്ടിരിക്കല്ലേ. കോൺഗ്രസിന് നിലപാട് എടുക്കട്ടെ എന്ന്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട്. ഞങ്ങളുടെ നേതാക്കളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതെല്ലാം കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയിൽ അങ്ങനെ വിരുദ്ധ അഭിപ്രായം ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ ആവശ്യമില്ല, ഐക്യത്തോടെയാണ് പറയുന്നത്, പാർട്ടിക്ക് തിരിച്ചടി കൂടി ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം ഞാൻ കേട്ടു. ജനറൽ സെക്രട്ടറിയോട് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞു, ഏത് കാര്യത്തിലും പൊതുവായിട്ടുള്ള തത്വമാണ് അത്. ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയും അക്കാര്യം കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഏത് കാര്യത്തിലാണെങ്കിലും വളരെ കൃത്യവും സ്പഷ്ടവും പൊതുവായിട്ടൊരു സമീപനമായിരിക്കണം പാർട്ടി നേതാക്കളുടെ ഭാഗത്ത്. നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഈ ഐക്യത്തിന്റെ കാര്യത്തിലേ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിയാണല്ലോ, അപ്പോൾ ഐക്യം ഉണ്ടായില്ല എന്നുള്ള ചർച്ച ഉണ്ടെന്നാണോ പറയുന്നത്? ജനറൽ സെക്രട്ടറി പത്രസമ്മേളനം ഉണ്ടാവും, ഈ ചോദ്യം അദ്ദേഹം കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്.